പ്രേക്ഷകരായിരുന്നു കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മയ്ക്കൊക്കെ അവളെ കാണുമ്പോൾ ദേഷ്യ ലൈക്ക് അവളുടെ സംസാര രീതി എങ്ങനെ ആരാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ല പ്ലെയർ ആയോണ്ട് ഇപ്പൊ ആകെയുള്ളത് പുള്ളി മാത്രമേ ഉള്ളൂ കളിക്കുന്നത്. അല്ലാണ്ട് ക്യൂട്ട്നെസ് സ്മൈൽ കണ്ടും ചിരിച്ചുകൊണ്ടിട്ടൊന്നല്ല ഞാൻ ഫാൻ ആയത്, പുള്ളിയുടെ ഗെയിം കണ്ടിട്ടാണ് ഞാൻ ഫാൻ ആയത്. അത് എനിക്ക് പറയാൻ താല്പര്യമില്ല. അങ്ങനെ എന്തിനാ നമ്മൾ വെറുതെ അവരുടെ പേര് പറയുന്നത്? അത് ആൾക്കാർക്ക്, കാണുന്ന ആൾക്കാർ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. ഇനി ആരുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞു എന്റെ ബിഗ് ബോസ് അവസാനിച്ചു. അത് 2 ദിവസം മുമ്പേ അവസാനിച്ചു. എന്റെ വിന്നർ തപ്പ വരും. അയ്യോ, അവള് കാരണം TV തുറക്കാൻ വയ്യ. കുഴപ്പമില്ല, ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടോ? അവളുടെ വായിൽ വരുന്ന വാക്കുകള് ഒരു കുടുംബ പ്രേക്ഷകരായിരുന്നു കാണാൻ പറ്റുന്നില്ല. എന്റെ അമ്മയ്ക്കൊക്കെ അവളെ കാണുമ്പോൾ ദേഷ്യ ലൈക്ക് അവളുടെ സംസാര രീതി, പിന്നെ ഗബ്രിയായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അവരുടെ പേര് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അവരുടെ എക്സ് കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ പിന്നെ പുറത്തുള്ള കാര്യം വെച്ചാൽ ഒരാൾ ഇവാലുവേറ്റ് ചെയ്യണം, ഉള്ളിലുള്ള കാര്യം. പക്ഷെ ആസ് എ ഗെയിമർ അവൾ നല്ല ഗെയിമറാണ്. അതായത് ഇപ്പൊ നന്നായി കളിക്കുന്നുണ്ട്. എന്റെ പേര് കാണില്ല, സിജോ ബ്രോ ആയിരുന്നു നന്നായി കളിക്കുന്നത്. കാരണം സിജോ ഈ ഒരു ഗെയിം ഒരു സർവൈവൽ ഗെയിം ആണല്ലോ. സർവൈവൽ ഗെയിം എന്ന് പറയുമ്പോൾ സർവൈവ് ചെയ്തിട്ട് എത്ര കാലം മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ഈ സർവൈവൽ ഗെയിമിൽ സർവൈവ് ചെയ്ത് നിന്നൊരു പുള്ളി തന്നെയാണല്ലോ. പുള്ളിക്കെതിരെ ഇത്രയും ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു. ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് പല കമന്റ് ബോക്സുകളും പുള്ളിക്ക് ആടിയിട്ട് ഇത് പോരാ, ഇത്രത്തോളം സൈബർ ബുള്ളിങ് ചെയ്യാൻ പുള്ളി എന്ത് തെറ്റ് ചെയ്തു? പുള്ളി നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. എനിക്ക് അത്രയും വിഷമം അതൊക്കെ കണ്ടിട്ട് ചില സമയത്ത് നമുക്ക് സങ്കടം വരും. കാരണം ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. കാരണം മറ്റുള്ളവരെ ആരാധിക്കാം, പക്ഷെ വേറൊരാളെ ഇത്രയും ക്രൂരമായിട്ടുള്ള കമന്റ്സ് കൊണ്ട് വിഷമിപ്പിക്കരുത്. ഇപ്പൊ പുള്ളി വന്നാലും പുള്ളി കാണുമ്പോ ഇതായിരിക്കും കാണാൻ പോകുന്നത്. സിജോ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു സിജോ വന്ന പുള്ളിനെ പോയി കണ്ട് ഷൈക്കാൻ കൊടുക്കുന്ന. കാരണം സിജോ ബ്രോയുടെ ഒരു മനസ്സ് അവിടെ തന്നെ കണ്ടില്ലേ. കുറെ പേര് പറഞ്ഞു പുള്ളി നന്മമരം കളിക്കാൻ വേണ്ടി അങ്ങനെ പറയണമെന്ന്. പക്ഷെ പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. കാരണം പലരും, നമ്മളിപ്പോ ഒരു ആർമി പേര് നമ്മൾ കേട്ടെടുത്തോളം പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. പുള്ളി എല്ലാവരോടും ഭയങ്കര ഗെയിം ഈസ് ഡിഫറെന്റ് ആസ് എ പേഴ്സൺ. പുള്ളി എന്താണ് ഭയങ്കര എല്ലാവരോടും ഭയങ്കര ഓക്കെ, അത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പുള്ളി എവിക്റ്റ് ആയപ്പോൾ പുള്ളി ചിരിച്ചിട്ട് ഇറങ്ങി വന്നത്. സത്യം പറഞ്ഞല്ലോ, ഞാൻ വരെ പുള്ളിയുടെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു, കരച്ചിലും. നമ്മളൊക്കെ പലരും ഫുഡ് പോലും കഴിച്ചിട്ടുള്ളത് ആലോചിച്ചിട്ട്. പക്ഷെ പുള്ളി ഇന്നലെ ലാലേട്ടൻ്റെ അടുത്ത് വന്ന ആ സ്പീച്ച്, അത് ഞങ്ങൾക്ക് കൂടെ കോൺഫിഡൻസ് തന്നു. പുള്ളിയുടെ ആ സ്പീച്ച് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുക ചെയ്തത്. ഞാൻ അതുപോലെ ഒരു വ്യക്തിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനു മുമ്പും പലരും ഇറങ്ങിപ്പോയപ്പോഴും അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഞങ്ങളായ ഫാൻസിന് ഒരു സപ്പോർട്ട് തരുക ചെയ്തത്. വരട്ടെ, കാണാൻ പറ്റട്ടെ. പുള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ.